ലൂത്ത് നബി അലൈഹിസ്സലാം ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പറയുമ്പോൾ അത് അതേപടി അനുസരിക്കുകയും ചെയ്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ലൂത്ത് നബി അലൈഹിസ്സലാമും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരെ ഇസ്ലാമിലേക്ക് വിളിച്ചിരുന്നു. ഒരിക്കൽ പലസ്തീനിലേക്കുള്ള ഒരു യാത്രാ വഴിമധ്യയാണ് അള്ളാഹുടെ വഹി വരുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് നുബുവത്ത് കിട്ടി, അല്ലെങ്കിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു എന്ന്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായിട്ട് ക്ഷണിച്ചത് സോഡോം എന്ന നഗരത്തിലേക്കായിരുന്നു. ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറയുകയും ഇസ്ലാമിലേക്ക് അവിടുത്തെ ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. ആ സോഡോം എന്ന് പറയുന്നത് ഭയങ്കര സമ്പന്നപരമായിട്ടുള്ള ഒരു നഗരമായിരുന്നു. ഭയങ്കര നിരവധി സഞ്ചാരികളും കച്ചവടക്കാരും ഒക്കെ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു വ്യാപാരത്തിന് വേണ്ടിയിട്ട്. എന്നാലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയായിരുന്നു സോഡോം എന്ന് പറയുന്നത്. അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രികരുടെ ഒക്കെ സമ്പത്തുകളൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പിടിച്ചു വെക്കുകയും അതുപോലെ അവരെ കൊലപ്പെടുത്തുകയും വരെ ആ സോഡോമിലെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കൃത്യം അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗരതിയായിരുന്നു. ലോകത്തിലേക്ക് സ്വർഗരതി ആദ്യമായിട്ട് കൊണ്ടുവന്നതും ആദ്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്തിരുന്നതും ഈ ലൂത്തിന്റെ സമൂഹമായിരുന്നു, സോഡോമിലെ ആൾക്കാരായിരുന്നു. ഈ ഒരു ലജ്ജാകരമായ പ്രവൃത്തി അവർ രാജ്യത്തിനിടയിൽ പതിവായിരുന്നു. ആൻഡ് അവരത് തുറന്നു പറയുന്നതിന് അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രവാചക ദൗത്യം ഏറ്റെടുത്തതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാം എത്രയും പെട്ടെന്ന് തന്നെ സോഡോം നഗരത്തിലേക്ക് വന്നിട്ട് അവിടെ താമസാക്കുകയും അവിടുത്തെ ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ടേ എന്നുള്ളത് ചിന്തിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് നന്നായിട്ട് അവിടുത്തെ ആ ഒരു ദുഷ്ടപ്രവർത്തികളെ കുറിച്ചിട്ട് അറിയുകയും ചെയ്യായിരുന്നു. ആൻഡ് പഠിച്ചവനോട് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹിനോട് നല്ല പ്രാർത്ഥിക്കുകയും നല്ല വിശ്വസിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇസ്ലാമിലേക്ക് സ്വീകരിക്കും, ഇസ്ലാം മതം സ്വീകരിക്കും എന്നുള്ളത്. അത് മാത്രമല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാം നഗരത്തിലെ എല്ലാ പുരുഷന്മാരെയും സമീപിച്ച് അവരോട് രക്ഷിതാവിനെ കുറിച്ചിട്ട് അള്ളാഹിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്യില്ലേ? തീർച്ചയായും ഞാൻ നിങ്ങളിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനാണ്. അതിനാൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനോട് നിങ്ങൾ കടമ പാലിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിരുന്നു. അവർ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ പെട്ടെന്ന് കയറി വന്നിട്ട് ഇപ്പം ഞങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തലാക്കാൻ പറയുക, എന്നിട്ട് അള്ളാഹിനെ വിശ്വസിക്കാൻ പറയുക, അവനക്ക് തീർച്ചയായിട്ടും എന്തോ ഒരു ഉദ്ദേശമില്ലാതെ ഒരു നേട്ടമില്ലാതെ അവൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പം ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതിഫലമായിട്ട് ഒന്നും വേണ്ട, ഞാൻ അള്ളാഹുടെ കയ്യിൽ നിന്ന് മാത്രമാണ് പ്രതിഫലം സ്വീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രവാചകൻ പുരുഷന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭാര്യമാരായിട്ട് അള്ളാഹു സൃഷ്ടിച്ചവരെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പുരുഷന്മാരെ തന്നെ നിങ്ങൾ സമീപിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് വളരെയധികം വലിയ ശിക്ഷ പടച്ചോന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രവാചകന്റെ ഈ ഒരു കാര്യം, ഈ ഒരു സംസാരം അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവര് പ്രവാചകനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം വളരെ നിരാശനായി. എന്നാലും വർഷങ്ങളോളം ഇസ്ലാമിലേക്ക് ഇവരെ ക്ഷണിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവരൊന്നും ഒരാൾ പോലും ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. സോദോം നഗരത്തിൽ ആകെ ഇസ്ലാം മതം സ്വീകരിച്ച അല്ലെങ്കിൽ മുസ്ലിം കുടുംബമായിട്ടുണ്ടായിരുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ മാത്രമായിരുന്നു. അതിലും അദ്ദേഹത്തിന്റെ പെൺമക്കൾ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നുള്ളൂ. ഭാര്യ അപ്പോഴും അവിശ്വാസിയായിരുന്ന ഒരാളായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഇസ്ലാമിലേക്ക് വിളിച്ചിട്ടും അവരൊരു ആളും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പ്രവാചകൻ ഭയങ്കര നിരാശനായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ അള്ളാഹ്, ഈ പാപികളായ ജനതയ്ക്കെതിരെ എന്നെ സഹായിക്കണേ എന്നുള്ളത്, എന്നെ എൻ്റെ കുടുംബത്തെയും നീ അതിൽ നിന്ന് രക്ഷിക്കണേ എന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ 3 മലക്കുകളെയും കൂടിയിട്ട് ഒരു 3 പുരുഷന്മാരുടെ രൂപം മാറ്റിച്ചിട്ട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ഗസ്റ്റുകളായിട്ട് പറഞ്ഞയക്കാണ്. പ്രവാചകൻ ആദ്യം ഇത് മലക്കുകളാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് അതിഥികളായിട്ട് അവർക്ക് കുറെ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുക. പക്ഷെ അവർ ഭക്ഷണമൊന്നും കഴിക്കാൻ തയ്യാറാവാത്തത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുടെ മലക്കുകളാണ്,
ഞങ്ങളെ ലൂത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് അയക്കപ്പെട്ടതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ജ്ഞാനം കൂടിയ ഒരു പുത്രൻ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനും കൂടി വന്നതാണെന്ന് പറയാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ഭയങ്കര സന്തോഷപ്പെട്ടു. പക്ഷെ അപ്പം തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന് പേടിയാവുകയാണ്. കാരണം അവിടെ ഭയങ്കര വലിയൊരു ശിക്ഷയാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ലൂത്ത് നബി അലൈഹി സ്വലാം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ശിക്ഷയിൽ ലൂത്ത് നബി അലൈഹി സ്വലാം പെടുമോ എന്നുള്ളത് പേടിച്ചിട്ട് ചോദിക്കുകയാണ്, അവിടെ ലൂത്ത് ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, അവിടെ ഉള്ളവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ലൂത്ത് അലൈഹി സ്വലാം എപ്പോഴും പ്രൊട്ടക്റ്റ്ഫുൾ ആയിരിക്കും, ലൂത്ത് നബി അലൈഹി സ്വലാമിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് പറയാണ്. അങ്ങനെ മലക്കുകൾ 3 പേരും കൂടിയിട്ട് ഭയങ്കര പുരുഷന്മാരായിട്ട് ഭയങ്കര ഭംഗിയുള്ള യുവാക്കളായിട്ട് സോതോമിലേക്ക് യാത്ര തിരിച്ചു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ മകള് എന്നിട്ട് ഇവര് സോതോമിലേക്ക് വരുന്ന ആ ഒരു വരവ് കാണുകയാണ്. എന്നിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറയുന്നുണ്ട്, 3 യുവാക്കൾ വരുന്നുണ്ട്, അവർ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ പറയുകയാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പേടിച്ചിട്ട്, എന്നാലും പേടിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അവർ അതിഥികളല്ലേ, അപ്പൊ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം വേഗം അവരുടെ അടുത്ത് പോയിട്ട് അവരെ സോതോമിലേക്ക് സ്വീകരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ അവിടുത്തെ ആണുങ്ങൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാം ഇവരെ ആരും കാണാതെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഇപ്പോഴും അവിശ്വാസിയാണ്. അപ്പൊ ഭാര്യ വന്നിട്ട് കാണുന്നുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാം ഈ 3 മനോഹരമായ സുന്ദരനായ യുവാക്കളെയും കൊണ്ട് വീട്ടിലേക്ക് കയറുന്നത്. അപ്പൊ ഭാര്യ നോക്കിയിട്ട് ഭാര്യ വേഗം പോയിട്ട് സോതോമിലുള്ള ആണുങ്ങളോട് പറയാണ്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് അതിഥികളായിട്ട് 3 ആണുങ്ങൾ വന്നിട്ടുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോതോമിലെ പുരുഷന്മാരോട് പറയാണ്. അവരത് കേട്ട് ഭയങ്കര സന്തോഷമായിട്ട് അവരെന്ത് ചെയ്യുന്നത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോവുക, വീട്ടിൽ പോയിട്ട് ആ വാതിൽ ഇങ്ങനെ കുത്തിപ്പൊളിക്കാൻ നോക്കുക, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, ഈ വാതിൽ തുറക്കാൻ പറയാ. അപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, എൻ്റെ അതിഥികളെ ഇത് ബാധിക്കരുത്, നിങ്ങളിൽ വിവേകമുള്ള ആളുകളുണ്ടോ ഇല്ലേ, എന്താ പറയാ, ഇതിന്റെ അതിഥികളാണ്, അവരെ മോശമാക്കരുത് എന്നുള്ള പറയാണ്. അപ്പോഴും ഈ പുരുഷന്മാർ പറയുന്നുണ്ട്, ഇവർക്ക് ഇത് തരാതിരിക്കാൻ പറ്റില്ല, അവരെ തരണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വാതിലിന്റെ അവിടെ തിങ്ങി കൂടിയിട്ട് ആൾക്കാർ വരികയാണ്. അപ്പൊ മലക്കുകൾ പറയുന്നുണ്ട്, ലൂത്ത് നബി അലൈഹി ഇസ്ലാം കുറെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് തരാൻ പറ്റിയ ആൾക്കാരല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മലക്കുകൾ പറയുന്നുണ്ട്, അല്ലയോ ലൂത്തെ, ഞങ്ങള് റബ്ബിന്റെ ദൂതന്മാരാണ്, മലക്കുകളാണ്, നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവരൊരിക്കലും നിന്റെ മുന്നിൽ എത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് അവരെ മൊത്തത്തിലൊന്ന് അങ്ങോട്ട് അടിച്ചു. ആ അടിച്ച സമയത്ത് എല്ലാവരുടെയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. അവരാകെ ബഹളം വെച്ചിട്ട്, ഇതെന്താണ് സംഭവിച്ചത്, ഇതെന്താ പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്, ഇതെല്ലാം ലൂത്തിന്റെ പണിയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, നിനക്ക് ഞങ്ങൾ നാളെ എന്താ വരണേന്ന് കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ആ ടൈമില് ലൂത്ത് അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൽ നിന്ന് ഒരു വഹി വരികയാണ്, രാത്രിയുടെ ഒരു മധ്യഭാഗം വരുന്ന സമയത്ത് നീ നിന്റെ കുടുംബത്തോടൊപ്പം പുറത്ത് ചെല്ലുക, ഈ ഒരു നഗരം വിട്ട് പോവുക, ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല, പക്ഷെ നിന്റെ ഭാര്യക്ക് തിരിഞ്ഞു നോക്കാം, അവൾക്ക് മാത്രം എക്സെപ്ഷൻ ഇല്ല എന്നുള്ളൊരു കേസ് അള്ളാഹ് പറയാണ്. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം രാത്രിയുടെ മധ്യത്തിൽ ഇവര് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. രാത്രിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് പിറകിൽ നിന്ന് ശക്തമായ നിലവിളി വരുന്നുണ്ട്, പക്ഷെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ചിറക് കൊണ്ടിട്ട് ആ ഒരു സോഡോം നഗരത്തെ മൊത്തത്തിൽ അങ്ങോട്ട് ഉയർത്തിയിട്ട് ഉരുട്ടുവിട്ട് ഭൂമിയിൽ പതിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് അവിടെ അള്ളാഹുവിന്റെ കല്ലുകൾ മഴയായിട്ട് പെയ്യാണ്. അതിന്റെ ഓരോ കല്ലുകളുടെ മുകളിലും ഏത് വ്യക്തിയുടെ മേത്താണ് ഇത് ചെന്ന് ഇടിക്കേണ്ടത് എന്നുള്ള ആ ഒരു സംഭവം പേരുണ്ടായിരുന്നു. അത് അതേപോലെ വന്നിട്ട് ഇതാവുകയും അവിടെയുള്ള എല്ലാവരും ശിലകളായി മാറുകയും ചെയ്യുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും ശിലകളായിട്ട് മാറുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെല്ലുകയും അവിടെ താമസാക്കുകയും പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ലൂത്ത് നബി അലൈഹി ഇസ്ലാമും കൂടിയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിനെ കുറിച്ചിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഡെഡ് സീ വരുന്ന ഭാഗം എന്ന് പറയുന്നത് സോദോം നഗരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ കോപം എത്ര ഭയാനകമാണ്, എത്ര ശക്തമാണ് എന്നുള്ളത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നഗരം അങ്ങനെ തന്നെ നിൽക്കുന്നത്.